നമ്മളിന്നൊരു റിസോർട്ടിലോട്ടാണ് പോകുന്നത്. വേമ്പനാട് കായലിൻ്റെ തീരത്തുള്ള ലേക്ക് വെച്ചൂർ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലോട്ടാണ് പോകുന്നത്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ അജ്മലും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഞങ്ങളുടെ ഒരു സ്കൂട്ടറിലാണ് പോകുന്നത്. വെസ്പയുടെ പഴയൊരു മോഡൽ മോഡിഫൈ ചെയ്ത ഒരു സ്കൂട്ടറാണ്. നമ്മുടെ അജ്മലിൻ്റെ സ്കൂട്ടർ തന്നെയാണ്. അപ്പോൾ അജ്മലിനോട് ചോദിക്കാം, സ്കൂട്ടർ എങ്ങനെയുണ്ട്? സ്കൂട്ടർ സൂപ്പറാണ്. സ്കൂട്ടറിനെ കുറിച്ചൊക്കെ എന്തൊക്കെയുണ്ട് പറയും? ഒറ്റവാക്കി പറയാനാണെങ്കിൽ പൊളി സാധനമാണ് സംഭവം. ഇത് എവിടെ നിന്ന് എടുത്ത വണ്ടി? ഞാനിത് കൊല്ലത്തിനടുത്താണ്. ഇത് പഴയ കൊല്ലം രജിസ്ട്രേഷനാണ്. KRU എന്നുള്ളത് പണ്ടത്തെ കൊല്ലത്തിൻ്റെ രജിസ്ട്രേഷനാണ്. കൊല്ലം രജിസ്ട്രേഷൻ അല്ലേ? അപ്പം ഏകദേശം എത്ര രൂപ എടുത്ത് വന്നപ്പോൾ? എനിക്കിതൊരു 18 ആ റേഞ്ചിലാണ് എനിക്ക് വണ്ടി കയ്യിൽ കിട്ടുന്നത്. ഇത് കൊല്ലത്തിന് നമ്മുടെ കൂട്ടുകാരന്മാർ ഓടിച്ചു കൊണ്ട് തരുമായിരുന്നു. നല്ല കണ്ടീഷൻ, ലോങ്. അപ്പോൾ മോഡിഫൈ ചെയ്തതിന് എത്രയായി റേറ്റ്? 10-20 രൂപ ആയിട്ടുണ്ട് ഈ രീതിയിലോട്ട് ആറ്റാൻ. വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എങ്കിൽ പോലും എൻ്റെ ഒരു ആഗ്രഹത്തിന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കുറേ മിററും പിന്നെ ഫുള്ള് റീസ്റ്റോർ ചെയ്യുമായിരുന്നു. അതിനകത്തുള്ള കേബിൾസും മറ്റു കാര്യങ്ങളും ടയറും അങ്ങനെ എല്ലാം റീസ്റ്റോർ ചെയ്യുമ്പോൾ 10-20 രൂപയോളം എനിക്ക് ചിലവ് വന്നു. ഓക്കെ, ഏകദേശം 40 രൂപ എടുത്താലേ? ടോട്ടലി നോക്കുകയാണെങ്കിൽ 40 രൂപ ആ റേഞ്ച് വന്നു. അപ്പോൾ വണ്ടി കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എവിടുന്ന് എടുത്താണെന്നൊക്കെ? അതെ, വണ്ടി കാണുമ്പോൾ പലർക്കും ഈ വയസ്സായ നമ്മുടെ അപ്പന്മാരൊക്കെ വന്നിട്ട് ഭയങ്കര അവരുടെ കൊച്ചിലത്തെ നൊസ്റ്റാൾജിയും കഥകളൊക്കെ പറയാം. ഇതൊരു 85-ലെ വണ്ടിയാണ്, എന്നെക്കാളും പ്രായം കൂടിയ വണ്ടിയാണ്. അപ്പോഴത്തേക്കും അവരുടെ ഒരു പഴയ കഥകളൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കാം. ചെളി മണ്ണ് ചെത്തുമണ്ണെന്ന് പറയും. അതല്ലെങ്കിൽ കള്ള അകത്തായിട്ട് ഇറങ്ങിപ്പോവും. അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ കൊല പഴുത്തത് ഇതായി പോകും, മോശമായി. നമ്മുടെ സ്കൂട്ടറിൽ ഇവിടെ മൊത്തം ഒന്ന് കറങ്ങാൻ പോവാണ്. വേമ്പനാട് കായലിൻ്റെ തീരത്ത് അടിപൊളി ഒരു ലൊക്കേഷനിലാണ് ഈ ലേക്ക് വെച്ചൂർ എന്ന് പറയുന്ന റിസോർട്ട് നിൽക്കുന്നത്. പല ഇനങ്ങളിലുള്ള കണ്ടൽ വനങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ് ഈ ഒരു റിസോർട്ട്. നമുക്കിവിടെ ഫിഷിങ്ങിനും ഫിഷ് ചെയ്ത മീൻ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പാചകം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ഫാമിലിയായിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ലേക്ക് വെച്ചൂർ എന്ന് പറയുന്നത് ഈ ഒരു റിസോർട്ട്. വളരെ ക്വയറ്റ് ആൻഡ് കാമാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത. ഏക്കർ കണക്കിന് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു റിസോർട്ട് തന്നെയാണ് ഈ ലേക്ക് വെച്ചൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ ലേക്ക് വെച്ചൂർ എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ട് അടിപൊളിയാണ്. ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു റിസോർട്ടാണ്.